ഞാൻ അവളുടെ മുമ്പിൽ വീണ്ടും വീണ്ടും തോറ്റു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ അവളുടെ അച്ഛനെ നീ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്. എന്റെ അമ്മ അതൊക്കെ അന്നേരത്തെ ആ സമയത്തിനൊക്കെ ചെയ്തു എന്നുള്ളൂ. അതൊന്നും പോരമ്മ. അവളെങ്ങാനും നീ ജോലിക്ക് വരണ്ടല്ലോ, ഞാൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ ഞാൻ അവളുടെ അച്ഛൻ്റെ പേരിൽ വരട്ടി, ഇന്നിപ്പോ അവളുടെ അമ്മയുടെ പേരിൽ വരട്ടി. ഒരു കാര്യമില്ല. 5 ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ. ഏട്ടത്തി ഫോണിൽ സംസാരിക്കുന്നതായിട്ട് വെറുതെ ഞാനൊന്ന് ശ്രദ്ധിച്ചതാ. ഏട്ടത്തി പറഞ്ഞ കാര്യം കേട്ട് എനിക്ക് ചെറിയൊരു സംശയം. ഏട്ടത്തി പറയാ, കുട്ടിക്കാലത്ത് എന്തിനാ പേടിയെന്നല്ലേ ചേച്ചിക്ക് അറിയൂ? അയാൾ എപ്പോഴും ഭയപ്പെടുന്നതിന് മറ്റൊരു കാരണമുണ്ട്. പിന്നെന്തായിരുന്നു? ആ, തൽക്കാലം ഇത് അരുന്ധതി വക്കീൽ അറിയണ്ട. നീ എന്താടാ ആലോചിക്കുന്നത്? 2 ദിവസം മുമ്പേ അഞ്ജു എന്നോടൊരു കാര്യം പറഞ്ഞു. അവളെന്തോ ഒളിച്ചെന്ന് കേട്ടെന്ന് പറഞ്ഞു. എന്ത് കാര്യം? ആവണി കുട്ടിക്കാലം മുതലേ ആരോ പേടിക്കുന്നുണ്ട്. അന്ന് പേടിച്ചിരുന്ന കാരണം കൊണ്ടല്ല അവൾ ഇന്ന് പേടിക്കുന്നത്. നീ എന്തൊക്കെയാടി പറയുന്നത്? അവൾ ശരിക്കും ആരെ പേടിക്കുന്നുണ്ടമ്മ. ഒരുപക്ഷെ അവള് രാത്രി കാണാൻ പോയ ആളാവാം. പക്ഷെ അവളെ കുഞ്ഞിലേ മുതൽ അറിയുന്ന ഒരാളാണ്. അത് കണ്ടുപിടിച്ച നമുക്ക് അവളെ പൂട്ടാൻ പറ്റും. അങ്ങനെ ഒരാളുണ്ടെങ്കി അത് കണ്ടുപിടിക്കണമല്ലോ. കണ്ടുപിടിക്കണം. അവൾക്ക് ജോലി കിട്ടിയ ഒരു ഇതിലേ ഞാനതങ്ങ് വിട്ടുപോയി. എടി, ഒന്നും ഇങ്ങോട്ട് വന്നേ. എന്താ? നീ ആരെയാ കൊച്ചിലെ മുതൽ പേടിക്കുന്നത്? പറയടി, ആരെയാ? ഓ, നിന്റെ കാര്യം ഞങ്ങളങ്ങനെ അറിഞ്ഞതായിരിക്കും. ഇവിടുത്തെ തൂണിനും തുരുമ്പിനും വരെ കണ്ണും കാതും ഉണ്ട്. വല്ലവരും സംസാരിക്കുന്ന ഒളിഞ്ഞെന്ന് കേട്ടിട്ടേ തൂണിനും തുരുമ്പിനും കണ്ണും ചെവിയുണ്ടെന്ന് പറഞ്ഞാ പോരാ. ഒളിഞ്ഞൊന്ന് കേട്ടോ നേരിട്ട് കേട്ടോ, സംഭവം സത്യമല്ലേ? നീ ആരെയാ പേടിക്കുന്നതെന്ന് പറ. ഇത്രയും നിങ്ങൾ കണ്ടുപിടിച്ചില്ലേ, ഇനി ആളെ കൂടെ കണ്ടുപിടിക്കും. അപ്പൊ അയാൾ വന്ന് കാരണം പറയും. ആള് രഘു തന്നെയാ.